നിങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല, തിരിച്ചിങ്ങോട്ട് പോരാൻ അവസരം ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞങ്ങൾ നിങ്ങളെ എന്തു പറ്റിച്ചു? ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് നഷ്ടമുണ്ടായി? നിങ്ങളെ ഉസ്താദുമാർ പറഞ്ഞിട്ട് നിങ്ങളെ പോക്കറ്റ് കാലിയായി, നിങ്ങളെ ഈമാൻ കൊള്ള ചെയ്യപ്പെട്ടു, എല്ലാം നിങ്ങൾക്ക് നഷ്ടമായി. നിങ്ങളെ സ്ത്രീകളെ പോലും മാനം വെക്കേണ്ടി വന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി. ദർഗയില് ഇല്ലേ? ദർഗയിൽ ഉണ്ടായില്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? നിങ്ങളെ പത്രത്തിൽ എഴുതിയതല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? എന്തല്ലാത്തത്? ഞങ്ങൾ നിങ്ങളെ ഒരു സ്ഥലത്ത് വിളിച്ചിരുത്തി ദ്വേരുന്നിട്ട് അൽഫാത്തിയ 1000 വാങ്ങിയോ? ഞങ്ങൾ കണ്ണൂക്കെടുത്തി 1000 കീശയിലിട്ടോ? പിന്നെ ആരാ ചെയ്ത്? ഇതൊക്കെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടോലാ ചെയ്ത്. ഒരു ഉസ്താദിനെ തീറ്റിപ്പോറ്റാൻ നിങ്ങൾക്ക് വലിയ പണിയാണ്, വലിയ പാടാണ്. സ്വന്തം മക്കളെ പട്ടിണിക്കിട്ട്, സ്വന്തം മക്കൾക്ക് ചിക്കൻ കൊടുക്കാതെ, സ്വന്തം മക്കൾക്ക് മട്ടൻ കൊടുക്കാതെ ഉസ്താദുമാരെ സ്നേഹിച്ചു. കറകളഞ്ഞ സ്നേഹമായിരുന്നു. എനിക്ക് APK സുന്നികളിൽപ്പെട്ട അനുയായികളിലെ നിങ്ങളെ ഓർത്ത് എനിക്ക് വേദനയുണ്ട്, ഞങ്ങൾക്ക് വേദനയുണ്ട്. എന്തുകൊണ്ട്? നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർ ആത്മാർത്ഥമായി സ്നേഹിച്ചു. എങ്കിൽ നിങ്ങൾ അറിയുക, ആത്മാർത്ഥതയുടെ സൂചിപ്പെട്ട് തരിമ്പില്ലാത്തവരാണ് നിങ്ങളുടെ നേതാക്കന്മാരെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞ എന്തറിയോ? ഈ ലോകത്തിൽ ഏറ്റവും വിവരമില്ലാത്തവർ എന്നാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത്. നിങ്ങൾക്ക് വിവരമില്ല എന്ന ഏറ്റവും വലിയ വിവരമാണ് നിങ്ങളുടെ ഉസ്താദുമാരുടെ ഏറ്റവും വലിയ വിവരം. നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കും, എന്തും. അതുകൊണ്ടാണല്ലോ സ്വപ്നകഥകൾ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏത് കാര്യവും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. അതിലൊന്നാമത്, എന്താണ് മുഅ്ജിസത്ത്? എന്താണ് മുഅ്ജിസത്ത്? എന്താണ് കറാമത്ത്? എന്താണ് മുഅ്ജിസത്ത്? എന്താണ് കറാമത്ത്? ഈ വിഷയം ഒന്ന് പഠിക്കണം. കാരണം ആത്മീയതയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന 2 പ്രയോഗങ്ങളാണ് മുഅ്ജിസത്തും കറാമത്തും. ഞാൻ നിങ്ങളോട് വിശുദ്ധ ഖുർആൻ വായിച്ചിട്ടുള്ളവരോട്, കുറച്ചൊക്കെ ഖുർആൻ വായിച്ചിട്ടുള്ളവരോട്, നിങ്ങൾ ഏതെങ്കിലും ഒരു അംബിയാഇന്റെ മുഅ്ജിസത്ത്, ഒരു കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു സംഭവം നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അതായത് വളരെ ലളിതമായി ഞാൻ പറയാം, ഒരു അംബിയാ ലോകത്തോട് ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? എങ്ങനെ? ഇന്ന് സമസ്തക്കാർ പ്രസംഗിക്കുന്ന പോലെ. സമസ്തക്കാർ ഇന്നെന്താ പ്രസംഗിക്കുന്നത്? അംബിയാക്കൾക്ക് അല്ലാഹ് മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ടെന്നും ആ മുഅ്ജിസത്തിൽ നിന്ന് അവരിലാഹല്ല എന്ന വിശ്വാസത്തോടെ അവരോട് തേടാം. എങ്ങനെ? അംബിയാക്കൾക്ക് അല്ലാഹു മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ടെന്നും ആ മുഅ്ജിസത്തിൽ നിന്ന് അവരിലാഹല്ല എന്ന വിശ്വാസത്തോടെ അവരോട് തേടാം എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് സമസ്തക്കാർ പറയും. ഞാൻ ചോദിക്കുന്നു, എവിടെ? അങ്ങനെ തേടാം എന്ന് ഏത് ഖുർആനിക വചനത്തിൽ, ഏത് സഹീഹായ ഹദീസിൽ അങ്ങനെ ഒരു സംഭവം തന്നെ ഇസ്ലാമിക ലോകത്ത്? ഞാനിത് വെറുതെ പറയല്ല, ഓരോ സംഭവങ്ങൾ പറഞ്ഞുതരാം, തെളിയിച്ചും തരാം. വിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ. അവരുടെ പ്രബോധനം ഡീറ്റെയിലായിട്ടും ഹ്രസ്വമായും അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ മക്കിയായ സൂറകൾ 91, മദീനിയായ സൂറകൾ 23, അങ്ങനെ 114 അധ്യായങ്ങളിൽ എവിടെയെങ്കിലും അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്റെ അമ്പിയാക്കൾക്ക് ഞാൻ മുഅ്ജിസത്ത് നൽകി, അവരിലാഹല്ല എന്ന വിശ്വാസത്തോടെ അവരുടെ മുഅ്ജിസത്തിനെ മുൻനിർത്തി അവരുടെ മരണശേഷം നിങ്ങൾക്ക് തേടാം, അത് ഇസ്ലാം അനുവദിച്ചതാകുന്നു എന്ന് അള്ളാഹ് എവിടെ പറഞ്ഞു? അത്ഭുതകരമാണ് ഈ ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ല, അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. ഇല്ല. അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾക്ക് നൽകിയ മുഅ്ജിസത്തിൽ നിന്ന് തേടിയ ഒരൊറ്റ മുഅ്മിനിന്റെ കഥയും അള്ളാഹുവിന്റെ ഖുർആനിലില്ല. പോയിന്റ് നമ്പർ 2, ആദ്യം പറഞ്ഞത് എന്താണ്? എന്റെ അമ്പിയാക്കൾക്ക് ഞാൻ മുഅ്ജിസത്ത് നൽകിയതിൽ നിന്ന് അവരിലാഹല്ല എന്ന വിശ്വാസത്തോടെ നിങ്ങൾക്ക് അവരോട് തേടാം, ഒരു കുഴപ്പവുമില്ല എന്ന മുസ്ലിയാക്കന്മാർ പറയുന്നത് അള്ളാന്റെ ഖുർആനിൽ ഒരിടത്തുമില്ല. ഇല്ലെന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഇത് പ്രകാരം തേടിയ ഒരൊറ്റ സംഭവവും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ബുദ്ധിയുള്ള പുരോഹിതന്മാരുടെ കാൽപാദത്തിനിടയിൽ തലപണയപ്പെടുത്തിയിട്ടില്ലാത്ത ബുദ്ധിപരമായ സ്ലേവറി
അതനുഭവിച്ചിട്ടില്ലാത്ത ആളുകൾ മനസ്സിലാക്കണം ഈ ചോദ്യത്തിൽ നിന്ന് ചില പൊരുളുകൾ. വിശുദ്ധ ഖുർആൻ എവിടെ പരിശോധിച്ചോ നിങ്ങൾ? എന്റെ പ്രസംഗം തീരുന്നതിന് ഇതാ ഖുർആനിൽ അമ്പിയാക്കളുടെ മുഅ്ജിസത്തിൽ നിന്ന് തേടിയ സംഭവം ഇതാ എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ദുർവ്യാഖ്യാനിക്കാം, കള്ളക്കഥ പറയാം, സാക്ഷാൽ കഥ പറയാൻ ഒരിക്കലും സാധിക്കില്ല. കേട്ടോളൂ, ഇനി തീർന്നില്ല. ഏതെങ്കിലും ഒരു പ്രവാചകൻ ഞങ്ങൾ അമ്പിയാക്കൾ, ശരിക്കും ശ്രദ്ധിക്കണം, ഞങ്ങൾ അമ്പിയാക്കൾ, ഞങ്ങൾക്ക് അല്ലാഹു മുഅ്ജിസത്ത് നൽകി, ഞങ്ങളുടെ മരണശേഷം ആ മുഅ്ജിസത്തിൽ നിന്ന് ഞങ്ങൾ ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ നിങ്ങൾ തേടിയാൽ അത് തൗഹീദിന്റെ പരിധിയിലേ വരൂ, അത് ശിർക്കിന്റെ പരിധിയിൽ വരില്ല എന്ന സമസ്തയുടെ ഈ പ്രഖ്യാപനം നടത്തിയ ഒരു നബിയുടെ പേര് ഇലാ യൗമിൽ ഖിയാമ വരെ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ജനങ്ങളോട് പറയുന്നത് എന്താ? അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുണ്ട്, അവർ ഇലാഹല്ല എന്ന വിശ്വാസത്തോടത്. അതാര് പറഞ്ഞു? ഞങ്ങളുടെ ചോദ്യം, അതാര് പറഞ്ഞു? നിങ്ങളെ ഇത്ര നിങ്ങളുള്ള മാവ് പറഞ്ഞു എന്നല്ലാതെ എന്താ ഇനി തെളിവ്? അങ്ങനെ പറഞ്ഞിട്ട് ഇതാ ഈ ഖുർആനിക വചനത്തിൽ ആ കാര്യമാണ് പറയുന്നത് എന്ന് നിങ്ങൾ ഉദ്ധരിക്ക്. ദുർവ്യാഖ്യാനിക്കാതെ കൃത്യമായി നിങ്ങൾ പ്രബോധനം ചെയ്യുന്ന ആശയം ഖുർആനിലുണ്ട്, നിങ്ങൾ തെളിയിക്ക്. ഇന്ന് വരെ അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങൾ പലവരും മാറി മാറി വായിച്ചിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല, തീർന്നില്ല. ഔലിയാക്കൾക്ക് കറാമത്തില്ലേ? ആ രംഗങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഖുർആനിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സംഭവമാണ്. അസ്ഹാബുൽ കഹ്ഫ് 309 കൊല്ലം ഉറങ്ങിക്കിടന്നു, മരിച്ചില്ല. അള്ളാഹു അവരെ ഉറക്കിക്കിടത്തി. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം അള്ളാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മുന്തിയ കറാമത്ത് നൽകിയവർ ആണല്ലോ അള്ളാഹ് ഖുർആനിൽ പരിചയപ്പെടുത്തിയ അസ്ഹാബുൽ കഹ്ഫ് എന്ന ഔലിയാക്കൾ. ആ ഔലിയാക്കളോട് അവരിലാഹല്ല എന്ന വിശ്വാസത്തോടെ നിങ്ങൾക്ക് തേടാം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് എവിടെ? എന്നിട്ട് സഹാബികൾ അസ്ഹാബുൽ കഹ്ഫിനോട് അവരിലാഹല്ല എന്ന വിശ്വാസത്തോടെ തേടിയ സംഭവം എവിടെ? നിങ്ങൾ പറയുന്നു മൊയ്തീൻ ഷെയ്ഖിനോട് തേടാം, തേടി ഇഷ്ടം പോലെ കഥ. ഞങ്ങൾ ഒരൊറ്റ കഥയാ ചോദിച്ചേ, പ്രമാണങ്ങളിൽ നിന്ന് ഇല്ല. ഖിയാമത്ത് നാൾ വരെ തെളിയിക്കാൻ കഴിയില്ല. കേട്ടോ, സക്കരിയ നബി അലൈഹിസ്സലാം സമസ്തക്കാരനാണോ വഹാബിയാണോ പരിശോധിക്കേണ്ടതാണ്. ഇസ്ലാമിൽ ജീവിക്കുന്നവരൊക്കെ വഹാബി, അങ്ങനെയാ. സക്കരിയ നബി മെഹ്റാബിലേക്ക് പ്രവേശിക്കുന്നു. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 36, 37, 38, 39, 40, 41, 42 വചനങ്ങൾ വായിച്ചു നോക്ക്. തെളിവാണ് പറയുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാം മെഹ്റാബിലേക്ക് വരികയാണ്. അപ്പം മറിയം ബീവി മെഹ്റാബിൽ മറിയം ബീവി, ആ മറിയം ബീവിക്ക് അള്ളാഹു ആകാശത്ത് നിന്ന് ക്ഷാമകാലത്ത് ഭക്ഷണമിറക്കി കൊടുക്കുന്ന അത്ഭുതം, കറാമത്താകുന്ന അത്ഭുതം സക്കരിയ നബി അലൈഹിസ്സലാം കാണുകയാണ്. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. പരലോകത്തിന് വേണ്ടി ശ്രദ്ധിക്കണം, മരണാനന്തര ജീവിതത്തിന് വേണ്ടി ശ്രദ്ധിക്കണം. പശ്ചാത്താപത്തിന് വേണ്ടി ചിന്തിക്കരുത്. ഈ ലോകത്തെ പാർട്ടി സ്പിരിറ്റിന് വേണ്ടി ചിന്തിക്കരുത്. നമ്മുടെ ഉസ്താദുമാരെന്താകും എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ ആഖിറത്തോർത്ത് പൊട്ടിക്കരയണം. നിങ്ങൾ ഓർക്ക് സക്കരിയ നബി ഈ കറാമത്ത് നേരിട്ട് കാണാൻ നമ്മൾ ആരും ഒരു ഔലിയാവിന്റെ കറാമത്തും നേരിട്ട് കണ്ടിട്ടില്ല. ഏജന്റുമാര് പ്രചരിപ്പിക്കലാണ്. നമ്മൾ ആരും കണ്ടിട്ടില്ല. സുന്നികളെ പോലും കണ്ടിട്ടില്ല. ബാക്കിയുള്ളവർ പ്രചരിപ്പിച്ച കഥയാണ്. ഇന്നെന്ന കാര്യങ്ങൾ ഇന്നെന്ന വിധേനെ ഇന്നെന്ന രൂപത്തിൽ ഉണ്ടായി. ഇത് ഏജന്റുമാർ. ഇതല്ല, ഒറിജിനലായിട്ട് കറാമത്ത് നിറഞ്ഞ കണ്ണുകളോടെ സക്കരിയ നബി അലൈഹിസ്സലാം കാണാൻ. എന്റെ ചോദ്യം, സക്കരിയ നബി എന്ത് ചെയ്തു? സമസ്ത ചെയ്ത പോലെ ചെയ്താൽ അത് ദീൻ, സമസ്ത ചെയ്ത പോലെ ചെയ്തില്ലെങ്കിൽ അത് ദീനല്ല. എന്തുകൊണ്ടെന്നാൽ സക്കരിയ നബി ഈ കാഴ്ച കണ്ടു. സക്കരിയ നബി ചോദിച്ചു, അന്നാലക്കി ഹാദാ, മറിയമേ ഇതെവിടുന്ന്? കാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, ഇത് അല്ലാഹുവിൽ നിന്നാണ്. യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്ക് നോക്കാതെ ഉപജീവനം നൽകുന്നു. അല്ലേ? ഈ സംഭവം കണ്ട സക്കരിയ നബി എന്തു ചെയ്തു? കേരളത്തിലെ
ഒരു AP സുന്നി പള്ളിയിൽ സങ്കൽപ്പിച്ച പഠിക്കുക, ഒരു AP സുന്നി പള്ളിയിൽ സുബൈ ബാങ്ക് കൊടുക്കാൻ സക്കാഫി എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ അതാ ആ മേറാബിൽ ഒരു ബീവി, ആ ബീവിയാകട്ടെ ആകാശത്തുനിന്ന് ഭക്ഷണം ഇറങ്ങി വരുന്നത് ഈ സക്കാഫി കാണുകയാണ്. ഒരു പെണ്ണ്, ഒരു സ്ത്രീ, ആ സ്ത്രീരക്തം, ഒരു ബീവി, ആ ബീവി ഇങ്ങനെ നിൽക്കുമ്പോ ആകാശത്തുനിന്ന് ആരുമറക്കാതെ ഒരു ഭക്ഷണത്തലിക ഇങ്ങനെ താന്നു വരികയാണ്. കറാമത്തായി സക്കാഫിക്ക് ബോധ്യപ്പെടുകയാണ്. സക്കാഫി എന്ത് ചെയ്യും? ഇസ്ലാമും സമസ്തയും രണ്ടും രണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല, പരിശോധിക്കാം. സക്കാഫി എന്ത് ചെയ്യും? ഇസ്ലാം എന്ത് ചെയ്യും? സക്കാഫി ചെയ്തത് മൈക്ക് ഓൺ ചെയ്തു. എന്നിട്ട് സക്കാഫി പറഞ്ഞു, ഒരു മുന്തിയ ബീവി വന്നിക്കണോ, കറാമത്ത് വെക്കാൻ ചാൻസ് കിട്ടി, ഇനി ഒന്നും നോക്കണ്ട, കായ് ബിസിനസ് ഇതാ നടക്കാൻ പോണേ. അവിടെ പന്തലുകെട്ട്, ഇവിടെ പന്തലുകെട്ട്, അവിടെ ഷെഡ് വാർക്ക്, ഇവിടേക്ക് മെസ്സേജ് കൊടുക്ക്, കുറച്ച് ഏജന്റുമാരെ വെക്ക്. ഇതാണ് സമസ്ത. എന്നാൽ ഇസ്ലാം എന്താണ് എന്ന് ഞാൻ പറയും, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇതാണ് സമസ്ത. എന്നാൽ ഇസ്ലാം, സക്കരിയ നബി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നബിയാണ്. ആ സക്കരിയ നബി കറാമത്ത് കണ്ടു. എന്തു ചെയ്തു? നാട്ടുകാരോട് പറഞ്ഞോ? വീട്ടുകാരോട് പറഞ്ഞോ? കുടുംബക്കാരോട് പറഞ്ഞോ? നമുക്ക് മറിയം ബീവിനോട് തേടാം, ഇലാഹ അല്ല എന്ന് വിചാരിച്ചാൽ മതി. പറഞ്ഞോ? ഇല്ല. പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലാഹ് ഖുർആനിൽ ഉദ്ധരിക്കും. പിന്നെ എന്താ ചെയ്തത്? അവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനവും സമസ്തയും രണ്ടായി പിരിയുന്നത്. ഒന്ന് ഇസ്ലാം, ഒന്ന് ജാഹിലിയ്യത്ത്. ഒന്ന് സ്വർഗത്തിലേക്കുള്ള വഴി, ഒന്ന് നരകത്തിലേക്കുള്ള വഴി. ശരിക്കും ഉൾക്കൊള്ളണം. ആയത്തിങ്ങനെ വായിക്കുമ്പോൾ അതാ മനസ്സിലാകുക. എന്ത്? അവിടെ വെച്ച് സക്കരിയ നബി ഒരു കാര്യം മനസ്സിലാക്കി. കറാമത്ത് കൊടുത്തത് അള്ളയാണ്, കറാമത്ത് കിട്ടിയത് മറിയമിനാണ്. മറിയമിനെ വിടുക, അള്ളാഹുവിനെ പിടിക്കുക. ഇസ്ലാമിന്റെ മെസ്സേജ് അതാ. ആർക്കാണോ കറാമത്ത് അവരെ വിടുക, അവരെ ഉപേക്ഷിക്കുക. ആരാണോ കറാമത്ത് കൊടുത്തത് ആ അള്ളാഹുവിനെ പിടിക്കുക. സമസ്ത വേറെ, ഇസ്ലാം വേറെ. അതുകൊണ്ട് സക്കരിയ നബി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. എന്തു പ്രാർത്ഥിച്ചു? ഹുനാലിക. ആരോട് പ്രാർത്ഥിച്ചു? സക്കരിയ നബി പ്രാർത്ഥിച്ചു റബ്ബുഹു, റബ്ബിനോട്. സമസ്തയോ? സമസ്തയോ? ഹുനാലിക സമസ്ത അവിടെ വെച്ച് ആരോട്? ദീനിനോട്, ശൈഖിനോട്. ഇതാണ് സമസ്തയും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് കഴിഞ്ഞ 5-8 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ കേസറ്റ് ഇവിടെ ഇറക്കിയത്. കാന്തപുരത്തിന്റെ മതം. അത് കാന്തപുരത്തിന്റെ മതമാണ്, ഇസ്ലാമല്ല. അതിന് ഇസ്ലാമുമായി ബന്ധമില്ല. സമസ്ത പ്രചരിപ്പിക്കുന്ന ഈ ഒരു വിശ്വാസത്തിന് ഇസ്ലാമുമായി ബന്ധമില്ല. ഞങ്ങളുടെ ചോദ്യം, സക്കരിയ നബി കറാമത്ത് കണ്ടു. എന്തുകൊണ്ട് സക്കരിയ നബി മറിയം ബീവിയുടെ കറാമത്തിൽ നിന്ന് അവരിലാ അല്ല എന്ന വിശ്വാസത്തോടെ തേടിയില്ല? അങ്ങനെയൊരു വകുപ്പ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലില്ല. മറിച്ച് കറാമത്ത് കൊടുത്ത റബ്ബിനെ പിടിക്കുകയും കറാമത്ത് കിട്ടിയവരെ വിടുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാം. കറാമത്തുള്ളതാണ്, കറാമത്തുള്ളവരെ വ്യക്തി കായ് ഉണ്ടാക്കാൻ വകുപ്പില്ല എന്ന് ഇസ്ലാം വളരെ വ്യക്തമായി പറഞ്ഞു. തീർന്നില്ല. ഇനി കേട്ടോ, ആസിം റളിയല്ലാഹു അൻഹു ആർക്കും നിഷേധിക്കാനാവില്ല. ബദർ യുദ്ധത്തിന് ശേഷം ശത്രുക്കൾ, മക്കാ മുശ്രിക്കുകൾ അദ്ദേഹത്തെ പിടിച്ചു. 10ഓളം സഹാബികളെ അവർ കൊല്ലാൻ ശ്രമിച്ചു. അതിലൊരാളായിരുന്നു ആസിം റളിയല്ലാഹു അൻഹു. ഹുബൈബ് അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇവിടെ ഇതാ ആസിം റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. കേട്ടോളൂ മുജാഹിദുകളുടെ വിശ്വാസം എന്താണ്. ആസിം റളിയല്ലാഹുവിന്റെ ബോഡി അത് വികൃതമാക്കാൻ ശത്രുക്കൾ കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ മൂക്കരിയാൻ, അദ്ദേഹത്തിന്റെ കാതെത്തിക്കാൻ, അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാൻ, അദ്ദേഹത്തിന്റെ കുടലുകൾ പുറത്തിടാൻ, അദ്ദേഹത്തിന്റെ കൈകാലുകൾ ഛേദിക്കാൻ ശത്രുക്കൾ വരികയാണ്. അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചു, കറാമത്ത് നൽകി. മരണാനന്തര ബഹുമതിയായ കറാമത്ത്. അദ്ദേഹത്തിന്റെ ഭൗതിക ബോഡിക്ക് ചുറ്റും തേനീച്ചകൾ വലയം ചെയ്തു. തേനീച്ചകൾ വട്ടമിട്ട് പറന്നു. ശത്രുക്കൾക്ക് അങ്ങോട്ട് അടുക്കാനാവാത്ത വിധം മരണാനന്തര അള്ളാഹു അദ്ദേഹത്തിൽ പ്രകടിപ്പിച്ച കറാമത്ത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. ഇത് സഹാബികൾ അറിഞ്ഞു. നബി പറഞ്ഞില്ല, സമസ്ത മുസ്ലിയാക്കന്മാരെ പോലെ പറഞ്ഞില്ല. എന്ന് പറഞ്ഞില്ല? ഇതാ ഒരു ഔലിയ, അദ്ദേഹത്തിൽ കറാമത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ അദ്ദേഹത്തോട് നിങ്ങൾക്ക് തേടാം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. കാരണം നബി സമസ്തക്കാരനായിരുന്നില്ല. മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ നിന്ന് ദീന് പഠിച്ച ആളായിരുന്നില്ല. പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്ന് ദീന് പഠിച്ച ആളായിരുന്നില്ല. ഒരിക്കലും തെറ്റാത്ത റബ്ബിന്റെ മലക്ക് ജിബ്രീലിൽ നിന്ന് ഒരിക്കലും തെറ്റാത്ത ദീനിനെ പഠിച്ച ആളായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവരാരും ഒരു വലിയനെ നബി പഠിപ്പിച്ചോ? ആസിം റളിയല്ലാഹു അൻഹു വലിയാണ്.
അദ്ദേഹത്തിന്റെ മരണശേഷം നിങ്ങൾക്ക് അദ്ദേഹത്തോട് ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ തേടാം എങ്കിൽ അത് ഹദീസിൽ കാണുമായിരുന്നു. ആ പരാമർശം ഹദീസിൽ കാണുമായിരുന്നു. ആ പരാമർശം സഹാബികൾ പ്രാവർത്തികമാക്കുമായിരുന്നു. ഇല്ല, സമസ്ത പ്രചരിപ്പിക്കുന്നത് മതമല്ല, ദീനല്ല, ദീനുൽ ഇസ്ലാമല്ല, ഇതൊരു പൊളിച്ചെയ്ത്താണ്. സഹോദരങ്ങളെ, ആലോചിക്കണം. തീർന്നില്ല. 2 സഹാബിമാർ ഇരുട്ടുള്ള വഴികളിലൂടെ നടന്നു പോവുകയായിരുന്നു. വെളിച്ചമില്ല, വഴി കാണിക്കാൻ ആളുകളില്ല. അങ്ങനെ ഒരു പ്രകാശം അവരെ പിന്തുടരുകയാണ്. ആ പ്രകാശം അവരെ കൂടെ സഞ്ചരിച്ചു. 2 വഴികളിലേക്ക് അവര് മാറി സഞ്ചരിച്ചപ്പോൾ ആ പ്രകാശം 2ആയി അവരെ പിന്തുടർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ഈ കാര്യം പറഞ്ഞു. നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ടു. അല്ലാഹു നിങ്ങളെ ആദരിച്ചു എന്നൊരു മെസ്സേജ് പഠിപ്പിച്ചു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചില്ല, നബിയെ അവർ ഔലിയാക്കളല്ലേ? അതെ. അവർക്ക് കറാമത്തുണ്ടായതല്ലേ? അതെ. ആ കറാമത്തിൽ നിന്ന് അവരിലാഹല്ല എന്ന വിശ്വാസത്തോടെ ഞങ്ങൾക്ക് തേടിക്കൂടെ എന്ന് ചോദിച്ചില്ല. കാരണം സഹാബികൾ സഖാബിമാരായിരുന്നില്ല. സഹാബികൾ സഖാബിമാരുടെ ഉസ്താദിൽ നിന്ന് ദീൻ പഠിച്ചവരായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയൊരു ദീൻ അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല. ഇനി ഇതിനേക്കാൾ വ്യക്തമായി ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ എനിക്ക് കഴിവില്ല. സഹോദരങ്ങളെ, നിങ്ങൾ ശരിക്ക് ചിന്തിക്കണം. ഇന്ന് രാത്രി കിടന്നുറങ്ങി നിങ്ങൾ ചിന്തിക്കണം. കറാമത്ത് വിറ്റ ഒരൊറ്റ സഹാബിയും ഉണ്ടായിരുന്നില്ല. ഇനി കറാമത്ത് പ്രകടിപ്പിച്ച സഹാബിയുടെ ഖബർ കെട്ടി ഉയർത്തി റസൂലുള്ളാഹി ജീവിച്ച കാലത്ത്, ഉദാഹരണം ഞാൻ ചോദിക്കുന്നു, ഖദീജ ബീവിക്ക് മലമത്ത് ബീവിയുടെ സ്ഥാനമുണ്ടോ നിങ്ങളുടെ മനസ്സിൽ? അതുപോലെ ഭീമാവുമിച്ചക്ക് ഖദീജ ബീവിയേക്കാൾ വലിയ സ്ഥാനം അത് കൽപ്പിച്ചവരാ നിങ്ങൾ. നിങ്ങളോടാ ചോദിക്കുന്നത്. റസൂലുള്ളാഹി വഫാത്താകുന്നതിന് മുമ്പ് ഖദീജ ബീവി മരിച്ചു, യാതൊരു സംശയവുമില്ല. ലോക സ്ത്രീരത്നങ്ങളിൽ 3 സ്ത്രീകളാണത്രേ ലോക സ്ത്രീത്വത്തിന്റെ പൂർണ്ണത പ്രാപിച്ചത്. ഹദീസാണ്, സഹിയായ ഹദീസാണ്. അതിലൊന്നാമത്തെയാള് മറിയം ബീവിയാണ്. അവരെ ഒരു സുന്നിയും വിളിച്ച് പ്രാർത്ഥിക്കാറില്ല. 2ാമത്തെ ബീവി ആസിയ ബീവിയാണ്. ആസിയ ബീവിയെ രോഗം മാറ്റണേ എന്ന് ഒരു സമസ്തക്കാരനും പറഞ്ഞിട്ടില്ല. പിന്നെയുള്ളത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. ഖദീജ ബീവി മരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹ് ഇഷ്ടപ്പെട്ട, അല്ലാഹ് വാഴ്ത്തിയ 3 സ്ത്രീരത്നങ്ങളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള 3 പേർ. ഒന്ന് ഖദീജത്തുൽ കുബ്രയാണ്. അതെ, അവരെ വിളിച്ച് സഹാബികൾ പ്രാർത്ഥിച്ചില്ല, അവരെ ഖബർ കെട്ടി ഉയർത്തിയില്ല, അവരിൽ നിന്നുള്ള ബർക്കത്തെടുക്കാൻ ചെന്നില്ല. ചിന്തിക്കുന്നവർക്ക് ഇതിനേക്കാൾ വലിയൊരു പോയിന്റ് ഇനി ലൈഫിൽ കിട്ടാനില്ല. ആലോചിക്കുക, ചിന്തിക്കുക. സമസ്ത വേറെ, അതൊരു പുതിയ മതം, അതിന് ഇസ്ലാമുമായി ബന്ധമില്ല. അതിന്റെ ചിഹ്നങ്ങളിൽ പള്ളിയുണ്ടാകാം, അതിന്റെ വേഷങ്ങളിൽ വെള്ളക്കുപ്പായങ്ങൾ ഉണ്ടാകാം, അതിന്റെ പ്രവർത്തനങ്ങളിൽ നമസ്കാരമുണ്ടാകാം. കൃത്യമായ ജൂതലോബിയുടെ അടിസ്ഥാനപരമായ പ്രവർത്തനത്തിന് വിധേയമായി ജൂതായിസമാണ് കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ട്? ഇത് മനസ്സിലാക്കാൻ ചരിത്രത്തിൽ നിന്ന് ചില തെളിവുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ജൂതന്മാർക്കൊരു പാരമ്പര്യമുണ്ടായിരുന്നു ആയിഷ, ക്രിസ്ത്യാനികൾക്കൊരു പാരമ്പര്യമുണ്ടായിരുന്നു ആയിഷ. അതെന്താണ്? അവരുടെ അമ്പിയാക്കൾ മരിച്ചാൽ, ജൂതന്മാരിൽപ്പെട്ട ഒരു അമ്പിയ, അതാരാ? അത് അല്ലാഹു അയച്ച നബിയ. ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു പ്രവാചകൻ, അതാരാ? ശരിക്കും മനസ്സിലാക്കണം. ജൂതന്മാർ അവരുടെ നബിമാരും മരിച്ചാൽ, അവരുടെ മഹത്തുക്കളും മരിച്ചാൽ അവരുടെ ഖബർ കെട്ടി ഉയർത്തി അവിടെ ഇബാദത്തിന്റെ കേന്ദ്രമാക്കും, സുജൂദിന്റെ കേന്ദ്രമാക്കും. വയലത്തൂർത്തങ്ങൾ സുജൂദ് ചെയ്യുന്ന ദർഗയിൽ അല്ലേ? മുസ്ലിം ഉമ്മത്ത് സുജൂദ് ചെയ്യുന്ന ദർഗയിൽ. ഇതേത് ആദർശമാണ്? ജൂതായിസമാണ്. ആയിഷ അമ്പിയാക്കളുടെ ഖബർ കെട്ടി ഉയർത്തിയ ജൂതന്മാരെ അല്ലാഹ് പ്രശംസിച്ചു എന്നല്ല സമസ്തക്കാരാ പറയുന്നത്. ചിന്തിക്ക്, നിനക്ക് എന്തുകൊണ്ട് അല്ലാഹുവിനെ പേടിയില്ല? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? ജൂതന്മാരെ അല്ലാഹ് ശപിച്ചു. എന്തിന്റെ പേരിൽ? അവരുടെ പ്രവൃത്തിയുടെ പേരിൽ. ഏത് പ്രവൃത്തി? സമസ്തയുടെ വാദപ്രകാരം ഇസ്ലാമിലെ ഏറ്റവും മഹോന്നതമായ ഒരു കർമ്മം, സമസ്തയുടെ വാദപ്രകാരം ഇസ്ലാമിലെ ഏറ്റവും മഹോന്നതമായ ഒരു കർമ്മം അമ്പിയാക്കളുടെ ഖബർ കെട്ടി ഉയർത്തൽ, അവിടെ നിലവിളക്ക് കത്തിക്കൽ, അവിടെ തിരി കത്തിക്കൽ, അവിടെ പച്ചപതയ്ക്കൽ. ഇതൊക്കെ ന്യായീകരിച്ച ആളാണ് അലവി സഖാഫി, ഇതൊക്കെ ന്യായീകരിച്ച ആളാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഇതൊക്കെ ന്യായീകരിച്ച ആളാണ് പേരോട്ടുകാരൻ. പറയണം, ജൂതായിസവും നിങ്ങളും തമ്മിൽ എവിടെയാണ് വേർപിരിയുന്നത്? ജൂതന്മാരുടെ പാരമ്പര്യം ഇതായിരുന്നു. ലാനല്ലാഹു, അല്ലാഹ് ശപിച്ചു എന്ന അർത്ഥം, അല്ലാഹ് ഇഷ്ടപ്പെട്ടു എന്നതിനർത്ഥമില്ല. ലാനല്ലാഹു,
അല്ലാഹു ശപിച്ചു. യഹൂദ വന്നസാറ, ജൂതന്മാരെയും നസാറാക്കളെയും ഇത്തഖദു അവർ സ്വീകരിച്ചതിന്റെ പേരിൽ, അവരാക്കിയതിന്റെ പേരിൽ ഖുബൂറ ഖബറുകളെ വിഗ്രഹത്തെയല്ല, ഖബറുകളെ അംബിയാഇഹിം മസാജിദ, അവരെ അംബിയാക്കളെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കി, സുജൂദിന്റെ കേന്ദ്രമാക്കി, വിളിച്ചു പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കി. എന്നിട്ട് അള്ളാഹു ജൂതന്മാരെ ശപിച്ചു. എന്റെ ചോദ്യം, അംബിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹ് സെലക്ട് ചെയ്തവരാണ്, മഹാന്മാരാണ്. ആ അഡ്രസ്സുള്ള അംബിയാക്കളുടെ ഖബർ കെട്ടി ഉയർത്തിയാൽ അള്ളാഹ് ശപിക്കുമെങ്കിൽ ലോക്കൽ മനുഷ്യന്മാരുടെ ഖബർ കെട്ടി ഉയർത്തുന്ന കുബൂരികളെ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ രക്ഷപ്പെടണം. ആ സമസ്ത കൂടാരത്തിൽ നിന്ന്, ആ മുങ്ങിപ്പോകുന്ന കപ്പലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട് ഫിർഖത്തുൻ നാജിയുടെ കപ്പലിൽ കയറാൻ നിങ്ങൾക്ക് സമയം അതിക്രമിച്ചു. നിങ്ങൾ ആരെ കാത്തു നിൽക്കുകയാണ്? അഫഅമിനു മക്റല്ലാഹ് ഫലാ യഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം 99-ാമത്തെ വചനം. ഓർക്കണം, നിങ്ങൾ എന്ത് കാത്തു നിൽക്കുന്നു? ഈ വസ്തുത നിങ്ങൾ ശരിക്കും ആലോചിക്കണം. വ്യക്തമാണ് കാര്യങ്ങൾ, വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഈ വസ്തുതയാണ് നമ്മൾ പറയുന്നത്. ഇല്ല, ലോക ചരിത്രത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ശിർക്ക് വരുന്ന വഴി മുജാഹിദ് പ്രസ്ഥാനം ഗൗരവമായി കാണുകയാണ്. ഇവിടെ എന്താ ശിർക്ക്? മുസ്ലിം ഉമ്മത്തിൽ ശിർക്കുണ്ടോ? ഇല്ലെന്ന് പറയുന്ന ഒരു കൂട്ടർ, അസംഭവ്യമാണെന്ന് പറയുന്ന ഒരു കൂട്ടർ, മുഹാലാണെന്ന് പറയുന്ന ഒരു കൂട്ടർ, ഖുർആൻ പറയുന്നു വരും, സുന്നത്ത് പറയുന്നു വരും, അല്ലാഹ് പറയുന്നു വരും, വരും ശിർക്ക് വരും എന്നല്ല പറയുന്നു, ഖുർആനിൽ പറയുന്നു. അതെ, വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുൽ അംൻ വഹും മുഹ്തദൂൻ. വായിക്കി 6-ാം അധ്യായം അൻആം. ജീവിതത്തിൽ പഠിച്ചിട്ടില്ലാത്ത അധ്യായമാണ് അൻആം 6-ാം അധ്യായം 82-ാമത്തെ വചനം. വിശ്വസിച്ചതിന് ശേഷം ഈമാനിൽ ദുൽമ കലർത്താതെ നോക്കണം. അല്ലാഹ് പറയാൻ, അങ്ങനെ ദുൽമ കലർന്നാൽ, കലരില്ലെന്നല്ല, ഈമാനിന് ശേഷം കുഫ്ർ വരില്ലേ? പ്രദോഷത്തിൽ മുഅ്മിനായവൻ പ്രഭാതത്തിൽ കാഫിറാവും. പറഞ്ഞിട്ടില്ലേ റസൂൽ? കള്ളം പറയാത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതെ, ലാ തഖൂമു സ്സാഅ, അന്ത്യദിനം വരികയില്ല. ഹത്താ, ഏതുവരെ? ലാത്തയെയും ഉസ്സയെയും എന്റെ മുസ്ലിം ഉമ്മത്തിലെ ഒരു വിഭാഗം, ഒരു കബീല ആരാധിക്കപ്പെടുന്നത് വരെ. നാട്ടുകല്ലിലെ കല്ലിനെ ആരാധിക്കുന്ന, അതുപോലെ ആൽമരങ്ങളെ ആരാധിക്കുന്ന, ആൽത്തറകളെ ആരാധിക്കുന്ന, എന്തിനധികം കാസർഗോഡ് ജില്ലയിലെ മസ്ജിദിൽ നിന്ന് വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് മൈക്കിലൂടെ സക്കാഫി ആഹ്വാനം ചെയ്യുകയാണ്. 3 ആഴ്ചകൾക്ക് മുമ്പ് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ മർക്കസുൽ സക്കാഫത്ത് സുന്നിയിൽ പഠിച്ച സക്കാഫി. ഇനി നമ്മൾ പോകുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ, അവിടെ അരി നിറയ്ക്കാൻ, അവിടുത്തെ ഭസ്മം തിന്നാൻ. അല്ലാഹ് പറഞ്ഞതോ, ഫന്തശിറു ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. ഖുത്ബ കഴിഞ്ഞാൽ ഭൂമിയിൽ വ്യാപിച്ച് അള്ളാന്റെ അനുഗ്രഹം തേടാൻ. സക്കാഫി പറയുന്നതോ, ക്ഷേത്രത്തിൽ പോയി ഭസ്മം തിന്നാൻ. ഏതാണ് ഇസ്ലാം? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തെറ്റിദ്ധാരണയും കൂടെ ഞാൻ തിരുത്തുകയാണ്. അവിടെ എടപ്പാളിൽ എന്റെ ഒരു പ്രസംഗത്തെക്കുറിച്ച് ബഹുമാന്യരായ മടവൂർ ടീം ഇവിടുത്തെ സുന്നികളുമായി കൈകോർത്ത് ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വക കാര്യങ്ങൾ പറയുമ്പോ കണിശമായി തന്നെ പറയണം. ഒരു മൂർഖനെ കാണുന്നു, ഒരു മുസ്ലിയാരെ കാണുന്നു. എന്റെ പരാമർശങ്ങളിൽ വന്നൊരു കാര്യമാണ്, ഞാനത് ആവർത്തിച്ചു പറയും. ഒരു മൂർഖനെയും ഒരു സക്കാഫിയെയും കാണുന്നു. ആരെ പേടിച്ചിട്ടാണ് ഓടേണ്ടത്? ഞാൻ പറഞ്ഞു, സക്കാഫിയെ പേടിച്ചിട്ടാണ് ഓടേണ്ടത്. കാരണം മൂർഖൻ പാമ്പിന്റെ കടിയേറ്റു എന്നുള്ളത് കൊണ്ട് ഒരാൾ നരകത്ത് പോകുന്ന അല്ലാഹ് പറഞ്ഞിട്ടില്ല. ശിർക്ക് ചെയ്താൽ നരകത്ത് പോകുന്ന അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. സക്കാഫിന്റെ ഡ്യൂട്ടി ശിർക്ക് ചെയ്യിപ്പിക്കലാണ്. അതുകൊണ്ട് മൂർഖൻ പാമ്പിനേക്കാൾ പേടിക്കേണ്ടത് സക്കാഫിമാരെയാണെന്ന് ഞാൻ പറഞ്ഞു. മടവൂരികൾ അത് മാറ്റി മൂർഖൻ പാമ്പിനെയും സക്കാഫിയെയും കണ്ടാൽ ആദ്യം തച്ചുകൊല്ലേണ്ടത് സക്കാഫിയാകുന്നു എന്ന് ഞാൻ പറയാത്തത് പറഞ്ഞു. നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. നിങ്ങളുടെ നേതാക്കന്മാർ പടച്ചോനെ പേടിക്കാത്തവരാകാം, പക്ഷെ അനുയായികളെ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. മഹ്ശറയുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. വത്തഖൂ ഫിത്ന, നിങ്ങൾ ഫിത്ന ഉണ്ടാക്കരുത്. ആ ഫിത്നയെ നിങ്ങൾ സൂക്ഷിക്കണം. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം? പറയാത്തത് പറഞ്ഞു എന്ന് പറയാൻ അതെങ്ങനെ നിങ്ങൾക്ക് സാധിക്കും? നിങ്ങൾ സത്യത്തിന്റെ ആളുകളാണ്, നിങ്ങൾ സ്വയം അഹങ്കരിക്കുന്നു. നിങ്ങൾ സാക്ഷാൽ സെലഫിസത്തിലാണ് നിങ്ങൾ പറയുന്നു. കള്ളം പറയൽ സെലഫിസമാണോ? വകൂനു മഅ സ്വാദിഖീൻ. ഞാൻ പറയാത്തത് എന്റെ പേരിൽ വെച്ച് കെട്ടുന്ന സമസ്തയെ പോലെ നിങ്ങൾ ലോക്കലാകരുത്, തരം താഴ്ന്നവരാവരുത്, ഒരു തറപ്പണി എടുക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാകരുത്. ആശയം കൊണ്ട് നേരിടുകയല്ലാതെ
കള്ളപ്രചരണങ്ങളിലൂടെ പിടിച്ചു നിൽക്കുന്ന നിങ്ങളുടെ സ്ഥിരം പല്ലവി അത് നിങ്ങൾ ഉപേക്ഷിക്കണം. അത് നിങ്ങളുടെ മനുഷ്യർക്ക് ഉപകരിക്കില്ല, ആഖിറത്തിന് ഉപകരിക്കില്ല. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അതേ, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അന്ന് നിങ്ങളുടെ അമലുകളുമായി നിങ്ങൾ അവിടെ വരും. ഖുർആനിലെ അവസാനത്തെ വചനം സൂറത്ത് ബഖറ 2-ാം അധ്യായം 281-ാമത്തെ വചനം. ആരോടും വിരോധമില്ല, ആരോടും വിധേയത്വമില്ല. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടാണ് അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാ വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. അതെ, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവർ വേറൊരാളെയും പേടിക്കരുത്. അല്ലാഹുവിനെ അല്ലാതെ വേറൊരാളെയും പേടിക്കരുത്. വലം യഖ്ശ ഇല്ലല്ലാഹ് എന്ന് ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു. 9-ാം അധ്യായം 18-ാമത്തെ വചനം, 33-ാം അധ്യായം 39-ാമത്തെ വചനം വ്യക്തമാണ്. കേരളത്തിൽ മുജാഹിദുകൾക്ക് സമസ്തക്കാരോട് പറയാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അല്ലാഹു ഔലിയാക്കൾക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് അവരിലാഹല്ല എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ തേടുന്നത് എന്നൊരു വാദം നിങ്ങൾക്കുണ്ട്. അതിന് ഖുർആനിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല. ഇലാഹാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരൂ എന്നല്ല പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതും മുസ്ലിയാക്കന്മാരുടെ നാവിന്റെ ജൽപ്പനമാണ്. സത്യം സത്യം. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഉസ്താദേ, ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരുമെന്ന് ഏതായത്തിലാ ഉസ്താദേ ഉള്ളത്? ഏത് ഹദീസിലാ ഉസ്താദേ ഉള്ളത്? ഇല്ല മോനെ, അത് മർക്കസ് കാബത്ത് പഠിച്ചപ്പോ എന്റെ നാവൊരു ഉസ്താദ് നീട്ടി വലിച്ചതാ, അയിമന്നുണ്ടായതാ എന്നതല്ലാതെ വേറെ എന്ത് തെളിവാളുള്ളത്? വേറെ എന്ത് തെളിവാളുള്ളത്? ആലോചിക്കണങ്ങളെ. ഇനി വിശുദ്ധ ഖുർആൻ പറയുന്നറിയോ? ഇലാഹാന്ന് വിശ്വസിക്കേണ്ടതില്ല, ശിർക്ക് വരാൻ ഇലാഹാന്ന് വിശ്വസിക്കേണ്ടതില്ല എന്ന് ഖുർആൻ, എന്ന് ഹദീസ്. ഞാൻ തെളിയിച്ചിരങ്ങൾക്ക് അമ്മ യുജീബുൽ മുദ്തറ ഇദാ ദഅഉ. വായിച്ചോ 27-ാം അധ്യായം സൂറത്തുൻ നംൽ 62-ാമത്തെ ആയത്ത് എടുത്തു നോക്ക്, തഫ്സീർ എടുത്തു നോക്ക്. എന്ത് അല്ലാഹു അമ്മ യുജീബുൽ മുദ്തറ ഇദാ ദഅഉ, അതായത് പ്രയാസപ്പെടുന്നവൻ ആ പ്രയാസപ്പെടുന്ന സമയത്ത് ആരോടാണോ ആ പ്രയാസം ദൂരീകരിച്ച് കിട്ടാൻ അവൻ തേടുന്നത്, അവൻ ഇലാഹായി. അല്ലാഹു പറയാൻ, അതായത് ഒരു പൊട്ടക്കിണറിൽ ഒരു സമസ്തക്കാരൻ വീണു, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണമെന്ന് അയാൾ പറഞ്ഞു. എങ്കിൽ മൊയ്തീൻ ശൈഖ് ഇലാഹായി. യാതൊരു സംശയ തരത്തിൽ വേണ്ട, യാതൊരു സംശയവും. ഉദാഹരണം പറയാം, ഖൈബർ യുദ്ധ പശ്ചാത്തലം. പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ടവർ, കൃത്യമായി ഇസ്ലാം പൂർണ്ണമായിട്ട് പഠിച്ച അഗാധമായ ഈമാനിലേക്ക് അവരെത്തിയിട്ടില്ല. കാരണം പഴയ കാലത്ത് അവർ ശിർക്കിലായി, ജാഹിലിയ്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, മക്കാ മുശ്രിക്കുകൾക്കുള്ളതുപോലെ. എങ്ങനെ? മക്കാ മുശ്രിക്കുകൾക്കുള്ളതുപോലെ, മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉള്ളതുപോലെ ഒരു വൃക്ഷം ഞങ്ങൾക്കും നിശ്ചയിച്ചു തരണം എന്ന്. ആ ഓർക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരാവശ്യപ്പെടുന്നത് ഒരു ഇലാഹിനെ തരണം എന്നല്ല. മക്കാ മുശ്രിക്കുകൾ മരത്തിൽ വാള് തൂക്കിയിട്ട് ബർക്കത്ത് പ്രതീക്ഷിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഒരു മരം നിശ്ചയിച്ചു തരണം എന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ്? സമസ്തക്കാരനായിരുന്ന നബി എങ്കിൽ നബി അവരോടും പറയും, ഇലാഹാന്ന് വിശ്വസിച്ചിട്ടില്ലല്ലോ, എന്നാ കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞോ റസൂല്? ഇല്ല. റസൂല് പറഞ്ഞത് സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര പരിശുദ്ധൻ. മൂസാ നബിയുടെ കൗമ് ഇലാഹിനെ ആവശ്യപ്പെട്ടതിന് തുല്യം. അങ്ങനെ മൂസാ നബിയുടെ കൗമ് ഇലാഹിനെ ആവശ്യപ്പെട്ടതിന് തുല്യം. ഇനി പറ, ഇലാഹാന്ന് വിശ്വസിക്കേണ്ടതില്ല. ഇനി ഒരാള് ഈ വാദപ്രകാരം, അതായത് ഇലാഹാന്ന് വിശ്വസിച്ചാലേ ശിർക്കാവും. എന്താ വിശ്വസിക്കുന്ന അതേയാവും. ഒരാള് ഒരു ബോട്ടൽ മദ്യം ഇങ്ങനെ വായിലേക്ക് ഒഴിക്കുകയാണ്, ഒരു സക്കാഫി. അപ്പോ ആളുകൾ ചോദിച്ചല്ല, ഇത് വിദേശ മദ്യല്ലേ? അപ്പോൾ പറയാം, മദ്യാന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, നല്ല പാലാന്ന് എന്റെ വിചാരം. നല്ല പാലാ, ഇപ്പൊ അകിടുന്ന് ഇങ്ങോട്ട് കറന്നെടുത്ത ഫ്രഷ് പാലാ എന്നാ എന്റെ വിചാരം. അതുകൊണ്ട് കള്ള് പാലാവോ പാള് കള്ളാവോ? നിങ്ങൾ ചിന്തിക്ക്. ഒരാള് പറയാൻ ഒരു പെണ്ണായിട്ട് കിടപ്പറ പങ്കുവെക്കുക. അപ്പൊ ആളുകൾ വെച്ചത് വ്യഭിചാരല്ലേ? എന്റെ ഭാര്യയാന്നുള്ള നെയ്യത്തില. എടോ, നെയ്യത്ത് നീ എന്ത് വെച്ചു എന്നുള്ളതല്ല, നീ ചെയ്യുന്ന കർമ്മത്താൻ. കള്ളു കുടിക്കുമ്പോഴത്തെ പാലാന്ന് നെയ്യത്തിച്ച്, അതുകൊണ്ട് കള്ള് പാലാവോ?
ഇലാഹിന് കൊടുക്കേണ്ടത് ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് പിന്നെ പടച്ചോൻ ഇവിടെ എന്താ പണി? എല്ലാം മൊയ്തീൻ ചെയ്യുന്നു. അള്ളാഹ്ക്ക് എന്താ പണി? അള്ളാഹ് പറഞ്ഞത് എന്താ? എന്നോട് പ്രാർത്ഥിച്ചോളി, ഞങ്ങൾക്ക് ഉത്തരം ചെയ്യും. വായ കൂടുന്നതിന് ഉത്തരം ചെയ്യും അള്ളാഹ് പറഞ്ഞക്കോ? ഇല്ല, മൊയ്തീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ട്, വല്ലേ നീലെത്തിയിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തീരും ചെയ്യും ഞാനെന്നോ പറഞ്ഞു. ഇതിലൊരു കാര്യങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹ് കൊടുത്ത കഴിവെന്നാണ് തേടുന്നത് എന്നാണ് നമ്മുടെ ചുറ്റത്തുള്ള ഹിന്ദുക്കളും വിശ്വസിക്കുന്നത്. അവരെ സമസ്തയിലെ മെമ്പറാക്കാൻ പറ്റുമോ? നിങ്ങൾ ഇവിടെ എന്റെ പ്രസംഗം കേൾക്കുന്ന മുസ്ലിയാരുട്ടികളോ മുസ്ലിയാക്കന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയായ മാധവനോട് ചോദിക്കുക, ഗുരുവായൂരപ്പൻ സ്വയം പര്യാപ്തതയുള്ള ദൈവമാണോ? ഓൻ പറയില്ല. ഓൻ പറയുന്നറിയോ? അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്ന ഒരിടയാണ്. ഞാൻ തെളിയിച്ചുതരാം നിങ്ങൾക്ക്. ഞാൻ തെളിയിച്ചുതരാം. അവരുടെ ആധികാരിക ഗ്രന്ഥത്തിൽ നിന്ന് തെളിയിച്ചുതരാം. ഇവിടുത്തെ ഒരൊറ്റ ഹിന്ദുവും പിശാരിക്കാവിലെ അമ്മ ലോകത്തിന്റെ സിട്ടാവാണ്, റബ്ബാണ് എന്ന് വിശ്വസിക്കുന്നില്ല. മറിച്ച് അള്ളാഹ് കൊടുത്ത കഴിവെന്നാണ് ചോദിക്കുന്നതെന്നാ വിശ്വാസം. എന്താ തെളിവ്? ഹൈന്ദവര് പറയട്ടെ. ഇതാ കേട്ടോ, ഹൈന്ദവര് പറയട്ടെ. അവരുടെ ഏറ്റവും ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഒന്നാണിത്, ഹിന്ദുധർമ്മ പരിചയം. ഹിന്ദുധർമ്മ രഹസ്യം എന്നൊരു പുസ്തകമുണ്ട്, ലേറ്റസ്റ്റ് M.R. രാജേഷിന്റെ. അതല്ല, ഹിന്ദുധർമ്മ പരിചയം കെ പരമേശ്വരൻ പിള്ള എഴുതിയതാണ്. ശരിക്ക് ചിന്തിച്ചോളൂ, ഈമാൻ ക്ലിയർ ആവും. ഇത് പഠിച്ചോളി, മനസ്സിലായിക്കോളി. ഇതില് ഒന്നോ പലതോ എന്നിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ഒന്നോ പലതോ, 21-ാം അധ്യായം. ഇതിന്റെ 148-ാമത്തെ പേജ്, 3-ാമത്തെ പാരഗ്രാഫ്, 1-2 വരി കേട്ടോളൂ. സമസ്ത ദേവതകൾക്കും ഈശ്വര ശക്തിയാണ് ആധാരം. ഈശ്വര ശക്തി കൂടാതെ അവർക്കൊരു പുൽക്കൊടി പോലും അനക്കാൻ സാധ്യമല്ല. ഈശ്വര ശക്തി കൂടാതെ അവർക്കൊരു പുൽക്കൊടി പോലും അനക്കാൻ സമസ്തയെക്കാളും കുറച്ചുകൂടി ഉയർന്ന ഈമാൻ അവർക്ക്. ഇത് ഞാൻ വെറുതെ പറയല്ല. സമസ്തക്കാര് പറയുന്നറിയോ? മൊയ്തീൻ ശൈഖ് സ്വന്തം കഴിവുകൊണ്ട് മരിച്ചോലെ ജീവിപ്പിച്ചു. റിസാലയില് ഹിന്ദുക്കളോ ഒരു പുൽക്കൊടി അനക്കണമെങ്കിൽ പോലും സാക്ഷാൽ പടച്ച തമ്പുരാൻ കഴിവ് കൊടുക്കണം. ഇനി പറ, ഹിന്ദുക്കളുടെ വിശ്വാസവും ഇത്, നിങ്ങളുടെ വിശ്വാസവും ഇത്, ഇതിലേത് ഇസ്ലാം? ഏറ്റവും അത്ഭുതകരമായ കാര്യം, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസവും ഇത് തന്നെ. പിന്നെ എങ്ങനെ നിങ്ങൾ മുസ്ലിമായി? അബൂജഹൽ മുസ്ലിമാ? അബൂലേബ് മുസ്ലിമാ? അബൂലേബിന്റെയും അബൂജഹലിന്റെയും വിശ്വാസമുള്ളവർ എങ്ങനെ മുസ്ലിമാവും? നിയമം കേട്ടോ, വായിച്ചു കേൾപ്പിച്ചു തരാം. ആദ്യം സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന കേരളത്തിലെ സമസ്തയുടെ വിശ്വാസം എന്താ? അതാദ്യം നമ്മളൊന്ന് പരിശോധിക്കുക. സമസ്തക്കാര് പറയുന്നത് എന്താണ്? അവരുടെ വിശ്വാസം എന്താണ്? അവരുടെ വിശ്വാസം കേട്ടോളൂ, പഠിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ. അവര് പറയുന്നത് മൊയ്തീൻ ശൈഖ് റബ്ബാണ് എന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. മറിച്ച് അള്ളാഹു കൊടുത്ത കഴിവ്, ഖുത്ബിയത്ത് പാറന്നൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാര് പരിഭാഷപ്പെടുത്തിയിട്ട് ഇതിൽ പറയാൻ എന്താ പറയുന്നത്? മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി റബ്ബാണെന്ന വിശ്വാസം ലോകത്തൊരു മുസ്ലിമിനും ഇല്ല. അതേസമയം അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെയാണ് മൊയ്തീൻ ശൈഖിനെയും മറ്റ് മഹാന്മാരെയും മുസ്ലിങ്ങൾ വിളിച്ച് സഹായം ചോദിക്കുന്നത്. മനസ്സിലായോ? അള്ളാഹ് കൊടുത്ത കഴിവ് ഹൈന്ദവരും പറയുന്നത് ഇത് തന്നെ. ഇനി ഇതിൽ ഏറ്റവും രസം പറയോ? പഴനിയിലും ഗുരുവായൂരിലും ശബരിമലയിലും അള്ളയാണ് കഴിവ് കൊടുക്കുന്നതെന്ന് വിശ്വസിച്ചാൽ ഓ യഥാർത്ഥ വിശ്വാസിയായി നാം. അതായത് ഗുരുവായൂരപ്പന്റെ അടുത്ത് എന്നിട്ട് എനിക്ക് കുട്ടികളെ തരണമെന്ന് ഒരു മുസ്ലിം പറഞ്ഞു. എങ്ങനെ? ഗുരുവായൂരപ്പൻ സ്വയം പര്യാപ്തതയുള്ള ദൈവമല്ല എന്ന വിശ്വാസത്തോടെ അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ടാണ് ഗുരുവായൂരപ്പൻ സഹായിക്കുന്നതെന്ന് വിശ്വസിച്ചാൽ അവൻ യഥാർത്ഥ മുഅ്മിനായി. സമസ്ത എഴുതിയതാ കേട്ടോളി. ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളും മഹാത്മാക്കളും ഏർവാടി ചരിത്രം ഇതിൽ എഴുതുകയാണ്, സുന്നികൾ എഴുതുകയാണ്, കേട്ടോളൂ. എന്നാൽ ചിലർ പറയുന്നത് നാഗൂർ, അജ്മീർ, ഏർവാടി മുതലായ സ്ഥലങ്ങളിൽ സിയാറത്ത് നടത്തുന്നതും ഗുരുവായൂർ, പഴനി എന്നിവിടങ്ങളിൽ പോകുന്നതും ഒരുപോലെയാണെന്നാണ്. യഥാർത്ഥത്തിൽ അവരുടെ വാദം ശരിയാണ്. കാരണം മേൽപ്പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും ശക്തി നൽകുന്നത് അള്ളാഹുവാണ്. അള്ളാഹു അല്ലാത്തൊരു ശക്തിയും ശക്തിയല്ലെന്നും അവൻ മാത്രമാണ് എല്ലാ സ്ഥലത്തും ശക്തി നൽകുന്നതെന്നും നാം വിശ്വസിക്കണം. തീർന്നില്ല. ഒരു മുസ്ലിം
അജ്മീർ, നാഗൂർ, ഏർവാടി മുതലായ മുസ്ലിം പുണ്യസ്ഥലങ്ങളിൽ സിയാറത്ത് ചെയ്ത് ആത്മസംതൃപ്തി നേടുമ്പോൾ ഒരു ഹിന്ദു സഹോദരൻ തിരുപ്പതി, പഴനി, ശബരിമല, ഗുരുവായൂർ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് തൃപ്തിയടയും. ഒരു ക്രിസ്ത്യാനി വേളാങ്കണ്ണിയിൽ പോകുന്നു. തീർന്നില്ല. അല്ലാഹുവിന്റേതല്ലാത്ത ഒരു ശക്തിയും പഴനിയിലോ ഏർവാടിയിലോ ഗുരുവായൂരിലോ അജ്മീറിലോ ഇല്ലെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. ആണോ? അതുകൊണ്ടാണ് അബൂബക്കറാജി, ചേന്നരയിലെ അബൂബക്കറാജി കുട്ടികളെ കിട്ടാൻ ഗുരുവായൂർ ചെന്നു. അയാളെ വിശ്വാസം എന്താ? അള്ളയാണ് ഗുരുവായൂരപ്പന് കൈകൊടുക്കുന്നത്. ഇനി പറ, സമസ്ത മനുഷ്യരെ ശിർക്കിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ? മുസ്ലിയാരെയും മൂർഖം പാമ്പിനെയും കാണുമ്പോ മുസ്ലിയാരുടെ അടുത്തൊന്ന് ഓടണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം മുസ്ലിയാക്കന്മാർ കൊള്ള ചെയ്യുന്നത് ആത്മാവിനെയാണ്. സംഘപരിവാരങ്ങൾ വേദനിപ്പിക്കുന്നത് ശരീരത്തെയാണ്. പോയിന്റ് നോട്ട് ചെയ്യണം. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആത്മാവിനെ മലീമസപ്പെടുത്തിയാൻ പരാജയപ്പെട്ടു. ആത്മാവുമായുള്ള കളിയാണ് പുരോഹിതന്മാരുടെ. മുസ്ലിയാക്കന്മാർ നമ്മുടെ ആത്മാവിനെ തൊട്ടാ കളിക്കുന്നത്, സംഘപരിവാരം നമ്മുടെ ശരീരത്തെ തൊട്ടാ കളിക്കുന്നത്. ഏതാ ഗുരുതരം? ആത്മാവിനെ തൊട്ട് കളിക്കുന്നവരാണ് ഏറ്റവും വലിയ അപകടകാരികൾ. ഇത് മനസ്സിലാക്കാൻ ദീന് ശരിക്കും ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ് ജസീറയ്ക്ക് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര നട പയ്യന്നൂര് തുലാഭാരം നടത്തി. കാരണം ഇവരുടെ വിശ്വാസം എന്താ? അവിടൊക്കെ കൈകൊടുക്കുന്ന അല്ലയാണ്. ഇനി ഏറ്റവും രസകരമായ സംഗതി, മക്കാമുശ്രിക്കുകളുടെ വിശ്വസിച്ചത് എന്താ? അതായത് ഹിന്ദുക്കളുടെ ഇന്നത്തെ വിശ്വാസം ഞാൻ പറഞ്ഞു, അള്ള കൊടുത്ത കഴിവുകൊണ്ടാണ് സഹായിക്കുന്നതെന്നാണ് അവരുടെ വിശ്വാസം. സമസ്തക്കാരുടെ വിശ്വാസം അതാണ്. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് മക്കാമുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു കേട്ടോ. സഹീഹ് മുസ്ലിം عن ابن عباس قال كان المشركون يقولون لبيك لا شريك لك. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത്, അല്ലാതെ ഉമർ മൗലവി അല്ല, എപ്പിയത്തുൽ ഖദർ മൗലവി അല്ല. ഇബ്നു അബ്ബാസ്, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ്, പ്രവാചകന്റെ പരിശുദ്ധ കരം വെച്ച് പ്രാർത്ഥിച്ച ഇബ്നു അബ്ബാസ്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാൻ, കാനൽ മുശ്രികൂന യഖൂലൂന ലബൈക ലാ ശരീക ലക്. മക്കാ മുശ്രിക്കുകൾ ഹജ്ജിന്റെ സമയത്ത് തൽബിയത്ത് ചൊല്ലാറുണ്ടായിരുന്നു. അല്ലാഹ് നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു. അല്ലാഹ് നിന്റെ മുടിക്ക് ഉത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു. അല്ലാഹ് നിന്റെ വിളിക്കുത്തരം നൽകി. എന്നിട്ട് അവർ പറയണെന്നറിയോ? അത് പറയുമ്പോ റസൂലുള്ള അവരോട് പറയും, അവർ കുറച്ച് കാര്യം കൂടെ പറയും. അത് നേരത്തെ പാറന്നൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ പറഞ്ഞ അതേ കാര്യം. എന്ത്? അല്ലാഹുവേ മൊയ്തീൻ ഷെയ്ഖിന് സ്വന്തമായി കഴിവില്ല, അല്ലാഹുവേ ലാത്തക്ക് സ്വന്തമായി കഴിവില്ല, അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അത് മുഴുവനും നീ കൊടുത്തതാണ് അല്ലാഹ്. ഇതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഇത് റസൂല് പറയാണ് നാശത്തിന്റെ വർത്താനാണ്. ഇത് കേട്ടോ. ഫയഖൂലൂന ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, അബൂജഹൽ പറയൻ, അബൂലഹബ് പറയൻ, വലീദ് ഇബ്നു മുഗീറ പറയൻ, ഖുത്ബത്തുൽ ശൈബത്തും പറയൻ, അല്ലാഹ് ലാത്ത എന്ന വലിയന് സ്വന്തമായി കഴിവില്ല. അല്ലാഹ് ഉസ്സ എന്ന വലിയന് സ്വന്തമായി കഴിവില്ല. അല്ലാഹ് ഖുബരി എന്ന വലിയന് സ്വന്തമായി കഴിവില്ല. അല്ലാഹ് നീ കൊടുത്ത കഴിവാണ്. റസൂലുള്ളാഹി പറയാണ്, വൈലക്കും, നിങ്ങൾക്ക് നാശം, അങ്ങനെ പറയല്ലേ. അബൂജഹൽ പറഞ്ഞു, നിന്നെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കും, എന്തു ചെയ്യും? എന്നാൽ ആധുനിക അബൂബക്കറും മുജാഹിദുകളോട് പറയുന്നത് ഇതാണ്, ഞങ്ങൾ പറയും, നിങ്ങൾ എന്താക്കും? ഞങ്ങൾ എന്താക്കാനാ? അള്ളാഹ് എന്നെ നരകത്തിലിടും. വേറെന്താ? മക്കാ മുശ്രിക്കുകളോട് പറയരുത് എന്ന് പറഞ്ഞത് കേരളത്തിലെ മുസ്ലിമീങ്ങൾ പറയുന്നു. എന്തൊരവസ്ഥയായത്! മക്കയിലെ മുശ്രിക്കുകളോട് പറയരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് റസൂല് വിലക്കിയ അക്കാര്യം കേരളത്തിലെ മുസ്ലിമീങ്ങൾ ചെയ്യാണ്. അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ചിന്തിക്കണം നിങ്ങൾ. ഇത് ഇസ്ലാമല്ല, ഇത് ഇസ്ലാമല്ല. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയോ നമ്മളിവിടെ വ്യവസായവൽക്കരിക്കപ്പെടുന്ന ആത്മീയതയെക്കുറിച്ചുള്ള ചർച്ചയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി 2 കൊല്ലവും 3 മാസവും 10 ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒന്ന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ ഒരു വലിയ ഈ ഭൂമി ലോകത്തില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച വേറൊരാളും ഭൂമിയിലില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റബീഉൽ അവ്വൽ പറഞ്ഞപ്പോ
നബിയുടെ മുടിയിട്ട വെള്ളം സഹാബികൾക്ക് വിതരണം ചെയ്തിരുന്നോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ഇല്ല. എന്നാൽ നമ്മുടെ അബൂബക്കർ, ഏത് നമ്മുടെ ഷെയ്ഖ് അബൂബക്കർ ഉണ്ടല്ലോ, മൂപ്പര് എന്ത് കിട്ടിയാലും പിട്ടടിക്കും, എന്ത് കിട്ടിയാലും ഫുലൂസാക്കി മാറ്റും. എന്തും എന്തും അതിലെല്ലാം ഉണ്ട്. എന്തും മൂപ്പർക്ക് പണത്തിനുള്ള വരുമാനമാണ്. അതെ, എന്ത് കിട്ടിയാലും നിങ്ങള് മനസ്സിലാക്കണം, ഇതൊക്കെ വലിയൊരു ദുരന്തമാണ്. നിങ്ങൾ കേട്ടോ, 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്തേക്കെടുത്തു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. 10 റബീഉൽ അവ്വൽ വന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം വിതരണം ചെയ്തോ? അങ്ങനെ ഒരു സമ്പ്രദായം ഇവർ നിലർത്തിയോ? 10 കൊല്ലം റമദാൻ വന്നു, ഒരു സലാത്ത് വാർഷികം സംഘടിപ്പിച്ചോ? മദീന എത്ര വിശാലമായ മൈതാന? ഇല്ല. കാരണം അവരാരും ഈ ഇബാദത്ത് വിറ്റ് കായുണ്ടാക്കിയില്ല. ഇവരുടെ മർക്കസ് നിറങ്ങിയ നോട്ടീസ് എന്താ അറിയോ? നിങ്ങൾ ചെല്ലുന്ന സലാത്തിന്റെ എണ്ണം ഈ ഫോൺ നമ്പറിൽ അറിയിക്കുക. നിങ്ങൾ ചെല്ലുന്ന സലാത്തിന്റെ എണ്ണോ ഈ ഫോൺ നമ്പറിൽ അറിയിക്കുക. ഇയാളാര്, പഠിച്ചോനോ ഈ ഷെയ്ഖ്? ഇവർക്ക് പഠിച്ചോനൊക്കെ ഔട്ട്. അതുകൊണ്ടാണ് റഹ്മത്തുള്ളാഹി കാസിമി പറഞ്ഞ് അല്ലാഹു അക്ബർ നിങ്ങൾ പറഞ്ഞോളി, അല്ലാഹു അബൂബക്കർ നിങ്ങൾ പറയരുത്. മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ അബൂബക്കർ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു, അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടമൽ ഉസ്താദ് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വാർത്താനാണ്, അത് ആൺകുട്ടികളെ വാർത്ത. ഇന്നിപ്പോൾ അവിടെയാണ്, ഇന്ന് അവരവിടെയുള്ളത് നല്ലോണം മനസ്സിലായി. അതും കൗമ് പറയൂട്ടോ. ഈ കൗമ് ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? പേരോട് ആദികൾ പറയുന്നത്, അള്ളാന്റെ റസൂല് സ്വപ്നത്തിൽ വന്നിട്ട് ഖസറജിനോട് പറഞ്ഞത്രേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുണ്ട് കാന്തപുരത്ത്, ഷെയ്ഖ് അബൂബക്കർ, ഓന്റെ കയ്യിൽ എന്റെ മുടി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവர்களോട് ഷെയ്ഖ് അഹമ്മദ് അവർ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇനി സ്വപ്നം വിശദീകരിക്കുന്ന ആളുകളുണ്ടല്ലോ, നാളെ അവർ പറയും, അറിഞ്ഞോ പൂരം എന്റെ ജിബിരിയിൽ വന്നു നമ്മൾ ഉസ്താദിന്റെ അടുത്ത്, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നാടൻ സക്കാഫി ജിബിരിലിനെ കാണോ എന്നുള്ള വിജ്ഞാനമൊന്നും ആർക്കുണ്ടാവൂല. ഈ സക്കാഫി ഓൾ ഇന്ത്യ തക്ബീർ തൊഴിലാളി യൂണിയൻ ഉണ്ടല്ലോ, ഓലിക്കുണ്ടാവൂല. ഓല് വേഗം ചെയ്യൂ, ഉസ്താദാ പറഞ്ഞ് ഉറപ്പ്. അപ്പൊ നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളെ പറ്റി പറയുന്നിടത്ത് അവർ പറയുന്നത്, നബിയുടെ കാഷ്ടം ഭൂമിക്ക് തഹൂറാണ്, മൂത്രവും അങ്ങനെ തന്നെ. സഹാബികൾ നബീന്റെ കാഷ്ടത്തിന് വേണ്ടി മൽപ്പിടുത്തം നടത്തി, കിട്ടിയൊരു സഹാബി ഒറ്റ തിന്നലാണത്രേ. ഇതുവരുടെ മൗലൂദിലുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കണേ, ഇതെന്തിനാ അവർ പഠിപ്പിക്കുന്നറിയോ? ഇവരുടെ ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ സംഗതി മുരീദന്മാരെ കൊണ്ട് തീറ്റിക്കണം. സത്യത്തിൽ നിങ്ങൾക്കറിയോ, ഇവര് പറയാ ഒരു ഹോജന്റെ പേര് ഹാജ മൊയ്യീദുൽ ജിസ്തിയിൽ അജ്മീരി എന്നൊക്കെ പറയല്ലോ. എന്നിട്ട് ആ ഷെയ്ഖിന്റെ പേര് ഇങ്ങോട്ട് പറഞ്ഞിട്ട് പറയാ, ഈ ഷെയ്ഖിന്റെ കാഷ്ടം തിന്നാൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് നല്ലൊരു സീറ്റ് കിട്ടും. കാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് അടക്കം അടിച്ചാളും കൗമ്. ഏത് ആ സാധനം വിളമ്പിയ പ്ലേറ്റ് അടക്കോ ഇക്കൗമ് തിന്നാളും. ഇക്കൗമ് ദുനിയാവിൽ എന്തൊക്കെ ചെയ്യുന്നു ലോകത്തിനൊക്കെ പറയാൻ കഴിയില്ല. ഓട്ടോറിക്ഷ എപ്പ തിരിക്കുന്നു, മഴ എപ്പ പെയ്യുന്നു, കാന്തപുരം സുന്നികൾ എന്ത് പറയുന്നു ലോകത്തിനൊക്കെ പറയാൻ കഴിയില്ലട്ടോ. വല്ലാത്തൊരു പടപ്പിടനെ മക്കളെങ്ങള്, വല്ലാത്തൊരു പടപ്പിടനെ. ഔ അള്ളാന്റെ റസൂലിന് ഭയങ്കര ഇഷ്ടാ കാന്തപുരത്തിനോട്. എന്നാ ചെങ്ങായിമാരെ, അത് റസൂല് വഹി അനുസരിച്ചല്ലേ പറയാ, അത് ഹദീസിലുണ്ടാവൂലേ? ഏത് ഹദീസില്ലേ നിങ്ങൾക്ക്? പണ്ട് നമ്മൾ സാധാരണ ചാത്തപ്പൻ എന്ത് മത്സറാൻ, അത് മാറ്റിട്ടോ കാന്തപുരത്തിന് എന്ത് മത്സറാ. ഇനി അത് പറഞ്ഞാൽ മതി ആപ്തവാക്യം. അന്നോടൊന്നും പറഞ്ഞ കാര്യമില്ലടോ, കാന്തപുരത്തിന് എന്ത് മത്സറാന്ന് ചോദിച്ച പോലെയാണ് എന്റെ കാര്യം. അങ്ങനെ മാറ്റുക, മനസ്സിലായോ? സത്യത്തിൽ അത്ര അത്ഭുതമാണ്. അള്ളാഹനെ ഒരു നിമിഷം പേടിക്കാത്തൊരു മനുഷ്യൻ, വല്ലാത്ത നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ലെബനാനി പെണ്ണിന്റെ മുടിയേറ്റ് കിടക്കുക. ഇത്രയും കാലം ഇവര് പ്രസംഗിച്ചെന്തറിയോ? ഇത്രയുള്ള മുടിയുണ്ട്, രണ്ട് മുടി. ഇത് പുകയിലക്കെട്ട് കയറ്റി അയക്കുന്ന മാതിരി കണ്ടെയ്നർ കണക്കിനാ ഇപ്പൊ കയറ്റി അയക്കണത്. ഇതിന്റെ വസ്തുത നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട്? യഥാർത്ഥത്തിന്റെ ഗുട്ടൻസി ഇത്രയുള്ള മുടി കിട്ടിയപ്പോ മൂപ്പർക്ക് വലിയൊരു കമ്പനി ഉണ്ട്. ഖസറജ് എന്നല്ല, കാന്തപുരത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ. ആ കൂട്ടുകാരന് ഭയങ്കര ഇഷ്ടമാണ് കാന്തപുരം. ലോകത്ത് കാന്തപുരത്തിനോട് ഇപ്പൊ ഇഷ്ടമുള്ള പോലെ വേറൊരാളോട് മൂപ്പർക്ക് ഇഷ്ടമല്ല. ഇബിലീസ് ലഅനത്തുള്ളാഹി അലൈഹി ഒരു ഭയങ്കര കൂട്ടാവൂലേ തമ്മില്. ഇബിലീസ് ചോദിച്ചാൽ, അല്ല ചങ്ങായി, ഇത്രയുള്ളൊരു മുടിയുണ്ട് ഈ എത്ര പൈസ ഉണ്ടാക്കും? അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യും,
ഇത്ര നീളമുള്ള മുടിയിട്ട വെള്ളം ഓൾ ഇന്ത്യ ലെവലിൽ എത്തിക്കാൻ നിനക്കൊരു പ്രയാസമാവും. അതുകൊണ്ട് ഈ ഒരു കാര്യം പറ, 1 മീറ്ററോളം നീളുണ്ട് റസൂലുള്ളാഹിന്റെ മുടി എന്നങ്ങോട്ട് പറ. 1 മീറ്ററോളം നീളുണ്ട്. അപ്പൊ പിന്നെ ഇത് കഴിഞ്ഞപ്പോ കുറച്ചുകൂടി ബുദ്ധി ഉണർന്നു. അപ്പൊ ചോദിച്ചല്ല, ഈ 1 മീറ്ററോളം മുടിയുള്ള ഇങ്ങനെ കട്ട് ചെയ്താ കുറഞ്ഞ കാലം കൊണ്ട് തീരും. അതുകൊണ്ട് നീ ലോകത്തോട് ഒരു കാര്യവും കൂടി പറയണം. അതെന്താ? മുടി നീണ്ടുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയിൽ മുടി വെച്ചിരുന്ന സമയത്തുള്ള നീളമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ആ മുടി വഫാത്തിന് ശേഷം നീണ്ട സംഭവങ്ങളുണ്ട് എന്നാണ് അബ്ദുൽ ഗനി നബി സല്ലല്ലാഹു അബ്ദുൽ ഗനി നബി സല്ലല്ലാഹു പറഞ്ഞ് നബി സല്ലല്ലാഹുവിന്റെ തലേന്ന് നീളുണ്ടായിരുന്നല്ല. തലയിൽ നിന്ന് കളഞ്ഞ മുടി പിന്നീട് സൂക്ഷിക്കപ്പെട്ട പണ്ഡിതന്മാരുടെ അടുക്കൽ വെച്ച് അത് നീളം കൂടി വന്നിട്ടുണ്ട് എന്ന് അബ്ദുൽ ഗനി നബി സല്ലല്ലാഹു പറഞ്ഞു. അല്ലെ, തലയിലുള്ള സമയത്ത് അവിടുന്ന് മുടി നീളുമ്പോൾ അത് കാതിന് കണക്കായി വെട്ടിക്കളയാറുണ്ട് എന്നാണ്. ഇപ്പൊ വഫാത്തിന്റെ ശേഷം ആ മുടി നീളുകയാണെങ്കിലോ കാതിന് കണക്കായിട്ട് വെട്ടാൻ കഴിയും. കാരണം തലയിലല്ലല്ലോ ഉള്ളത്. തലയിലുണ്ടെങ്കിലല്ലേ കാതിന് കണക്കായിട്ട് വെട്ടേണ്ടല്ലോ. ഇപ്പൊ കാതിന്റെ തലയിലല്ലല്ലോ ഉള്ളത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അപ്പൊ എന്താ ഈ ഖിയാമത്ത് നാൾ വരെ ഇത് തന്നെ ബാർബർ പണിയാ കിട്ടിയേ, അല്ലെങ്കിൽ തന്നെ പ്രായാധിക്യത്തിൽ കിട്ടിയ നല്ലൊരു ശിക്ഷയും കൂടിയാണ്. അല്ലേ, നിങ്ങൾ ആലോചിച്ചു. മാത്രമല്ല ഇപ്പൊ പറയണെന്നറിയോ, ഒരു മുടിയുമെന്ന് ചെക ഇങ്ങനെയൊക്കെ വരുന്ന ലോകത്തൊരു വല്ലാത്ത അത്ഭുതം തന്നെ. എന്നാലും മൂപ്പര് പറയുന്നതറിയോ, 40 തലമുറക്ക് ജീവിക്കാനുള്ള 40,000 കോടിയിലധികം സമ്പാദ്യം. ഓൾ ഇന്ത്യ ലെവലിൽ ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ള മതപുരോഹിതൻ ആരറിയോ? കാന്തപുരം. നിങ്ങൾ മനസ്സിലാക്കണം, 40 തലമുറയിലധികം ജീവിക്കാനുള്ള സമ്പാദ്യം ഉണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ടും ഒരാർത്തി ദുനിയാവിനോടൊരു ഇഞ്ച്. അതെങ്ങനെയാ? റസൂല് പറഞ്ഞിട്ടുണ്ട്, പ്രായം ചൊല്ലും തോറും ആർത്തി മൂക്കുന്നു. ഹബ്ബു ദുനിയാവ കറാഹിയത്തിൽ മൗത്ത്. തീർന്നില്ല. ഇവരുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലൊക്കെ ചെന്നിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം റെയിൽവേ ഒക്കെ നല്ല ബിസിനസിന്റെ ഒരു കേന്ദ്രമാണ്. ഇപ്പോ താൽക്കാലികമായി നമുക്ക് റെയിൽവേ കയറിയ സംഭാരം, ചായ, കാപ്പി. ഇനി സക്കാപ്പിമാരൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ട്. മുടിട്ടല്ലോ. ഇക്കവും അതും തുടങ്ങും, ഇതിനപ്പുറവും തുടങ്ങും. നിങ്ങൾ നോക്കിക്കോളുണ്ടു. ഈ കൗം സക്കാബ് ഒരു പരസ്യം ഉണ്ടാവും സിറാജില്. മുടിട്ട വെള്ളം സപ്ലൈ ചെയ്യാൻ ഇത്ര ആളുകളെ യോഗ്യത ഉള്ളവരെ വേണം. 250 കുപ്പി ട്രെയിനിൽ വിറ്റാൽ ഇത്ര കേട്ടോ. ഇതൊക്കെ ഈ കൗം അള്ളാന്റെ റസൂലിന്റെ ഒരു മുടി തന്നെ കിട്ടാണ്ട് ലെബനാനി പെണ്ണിന്റെ മുടി റസൂലിന്റെ മുടിയാക്കി മാറ്റി കച്ചവടം. റസൂലിനെ മൊത്തത്തിലെങ്ങാൻ പേർക്ക് കിട്ടിയാനുള്ള സ്ഥിതി എന്താ? പടച്ച തമ്പുരാനെ, ലോകത്ത് ഞാൻ പലപ്പോഴും ഈ റഹ്മത്തുള്ള കാസിമിയൊക്കെ ഉണ്ടല്ലോ, കാന്തപുരത്തിനോട് സെനത് വയ്ക്കാൻ, മുടീന്റെ സെനത് വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന സെനതുള്ള മുടിയിട്ട വെള്ളന്റെ ഉണ്ട്. വാവാട് ഉസ്താദ് ഇത്തറുള്ളൊരു കുപ്പി 25,000 നിങ്ങൾക്ക് തരുവും. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സെനതുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത് പറയല്ല. വെല്ലൂരിൽ മണ്ടോ, ഇത് ഒന്ന് വെള്ളിക്കെട്ടനാണ്, ഇത് രാജവമ്പാലയാ. കാസിമി രാജവമ്പാല. നിങ്ങൾക്ക് സംഗതി മനസ്സിലായോ? കാരണം മുടി ഇങ്ങനെ ഇടാൻ മൂപ്പരത്ത് മുടിയില്ല, വെറുട്ട വെള്ളയുള്ളൂ. അത് 2 ഉപ്പിയുള്ളൂ. അതിന് 25,000. നമ്മളെ നേതാവ് എന്താ? 1,001, 10,001 മിനിമം അവിടെ നിന്ന്. മറ്റേത് 25,000. എന്റെ അള്ളാന്റെ റസൂലിനോട് അങ്ങേയറ്റത്തെ ഹുബുള്ള ഹബീബായ നബി എന്ന് പറയുന്ന ഈ കാസിം എന്തേ ഒരു കുപ്പി വെള്ളം വാങ്ങാത്തത്? നബീനോട് സ്നേഹന്റെ, നബീന്റെ മുടിയിട്ട വെള്ളം മൂപ്പരല്ലേ വാങ്ങണ്ട്? അല്ലേ? മൂപ്പര അത് കുടിച്ചിട്ട് മൂപ്പര തൊണ്ടന്റെ അസുഖമെങ്കിലും ഒന്ന് മാറ്റണ്ടേ? അല്ലേ? മൂപ്പരക്കറിയാന്ന് മൂത്തടത്തുനിന്ന് പോരുമ്പോ ഓവുചാലിന് മുക്കിയ തെളിഞ്ഞ വെള്ളമാണ്. മനസ്സിലായി നിങ്ങൾക്ക്? ഇതൊക്കെ അസല് തട്ടിപ്പാ മനുഷ്യര്. മാത്രമല്ല, അഹമ്മദ് ഖസ്റജി രചിച്ച പുസ്തകം ഉണ്ടല്ലോ മുടിയെ കുറിച്ച് പറയുന്നേ, ആ പുസ്തകത്തിന്റെ 11ാമത്തെ പേജ് നിങ്ങൾ വായിച്ചു നോക്ക്. മൊറോക്കോ, ലബനാൻ, സുഡാൻ, അൾജീരിയ, മദീന, മക്ക, ഈജിപ്ത് ഇവിടങ്ങളിലൊക്കെ അള്ളാന്റെ റസൂലിന്റെ മുടിയുണ്ട് എന്നാ. എന്നാൽ ആ കൂട്ടത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇല്ല. അതായത് അഹമ്മദ് ഖസ്റജി ജനിച്ചു വളർന്ന നാട്ടിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊട്ടക്കണക്കിന് മുടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മുടിയില്ല. മനസ്സിലായോ? ആ നാട്ടില് വാദപ്രതിവാദം നടത്തി അവിടുന്ന് ആശയപരമായ ആദർശപരമായ കാര്യങ്ങൾ സ്വീകരിച്ചൊരു പിതാവിന്റെ മോനാ ഞാൻ.
ഞങ്ങളുടെ നാട്ടുകാരനായ ഈ ഷെയ്ഖ്, നിങ്ങൾ ആരും ഈ ഷെയ്ഖിനെ പറ്റി ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾക്ക് നന്നായി അറിയാം ഈ ഷെയ്ഖ് ആരാണ്, ഈ ഷെയ്ഖ് എന്താണ്. പിന്നെ ഈ ഷെയ്ഖിന്റെ കൂടെ കിടന്നിട്ട് പിന്നെ മാറിപ്പോയ EK സുന്നിക്കും നന്നായിട്ടറിയാം. അപ്പൊ ഈ ജാതി മഹത്വങ്ങൾ ഇയാളെ പേരിൽ പച്ചക്കള്ളം പറയും. നേരത്തെ കാട്ടിയാൽ കുറച്ച് ഫോട്ടോകൾ കൊണ്ടുവരും, എന്നിട്ട് ഇയാള് വലിയ നേതാവ് എന്ന് പറയും. തൊള്ള തുറന്ന ആ കളവെ പറയും അല്ലെ. ശംസൂരം പറയാറുണ്ട്, ഇതാ എന്നുള്ള ഹദീസിന് അർത്ഥം വെക്കുമ്പോ ശൈഖുന് പറയും, വായ തുറന്നാലേ കളവ് പറയും. EMS നമ്പൂതിരിപ്പാടിന് വിക്കുണ്ടായപ്പോ അവർക്ക് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് ഈ വിക്ക് എപ്പോഴുണ്ടോന്ന് ചോദിച്ചു. ഈ വിക്ക് നിങ്ങൾക്ക് എപ്പോഴുണ്ടോ ചോദിച്ചു. ഇല്ല, സംസാരിക്കുമ്പോൾ ഉണ്ടാവാറുള്ളൂ. ഇതേ രൂപത്തിൽ കളവ് നാവ് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴേ ഇവർക്ക് ഈ വിഷയമുള്ളൂ. 2006 വരെ മുഹമ്മദ് ഖസ്റജിയുടെ അടുത്ത് ഇങ്ങനെ ഒരു മുടിയുള്ളതിനെ കുറിച്ച് ലോകത്താർക്കും അറിയില്ല. പിന്നെ നസബും സെനദും തമ്മിൽ തിരിച്ചറിയാത്ത പൊട്ടന്മാരാണ് മർക്കസിലെ തക്ബീർ തൊഴിലാളി യൂണിയൻ. ആർക്കറിയാ? പേരോടിനറിയാം. ഇതാ സെനദ് വായിക്കുന്നു കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് നെസബ് ഒരൊറ്റ വായന. അതായത് ഒരു മുടി ഞാനിങ്ങനെ കൊണ്ടുവന്ന് വിചാരിച്ചോ, നിങ്ങളുടെ റസൂലിന്റെ മുടിയാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കണം ഈ മുടീന്റെ സെനത്. അപ്പൊ ഞാൻ പറയാ, എന്റെ വാപ്പ നല്ല ആളാണ്, ഞാൻ നല്ല ആളാണ്, എന്റെ വല്യാപ്പ നല്ല ആളാണ്, എന്റെ വല്യാപ്പ പക്രൂട്ടി നല്ല ആളാണ്, പക്രൂട്ടിന്റെ ഏട്ടൻ അദ്രൈമ നല്ല ആളാണ്. ഇതാണ് മർക്കസിൽ നടന്നത്. അല്ലാതെ മുടിയുടെ സെനതല്ല. നിങ്ങൾ മനസ്സിലാക്കണം. അത് അറബി അറിയാവുന്നവർക്കറിയാം. ഏട്ടും പൊട്ടും തിരിയാത്ത ഇക്കൗമിന്റെ മുമ്പിൽ വായിച്ചു തക്ബീർ ചൊല്ലിച്ചവരെ മഹ്ശറയിൽ നിങ്ങൾ വരും. അന്ന് നിങ്ങളുടെ മുഖം അതെ ഇലാ റബ്ബിഹാ നാദിറ എന്ന് പറഞ്ഞ കൂട്ടത്തിലായിരിക്കില്ല നിങ്ങൾ. മറിച്ച് യൗമൈദിൻ ബാസിറ തദന്നു അൻ യുഫ്അല ബിഹാ ഫഖിറ എന്ന അവസ്ഥയിലായിരിക്കും നിങ്ങൾ. അല്ലാഹു നിങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നിങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, പ്രസിദ്ധമായ റോമ സാമ്രാജ്യം അത് തകർന്നു തരിപ്പണമായി. ഒരു പുതിയ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചു. രോമ സാമ്രാജ്യം നമ്മുടെ ഉസ്താദ്. അതെ, രോമ സാമ്രാജ്യത്തിലൂടെ കോടികൾ എന്നതാണ്. വലിയ എസ്റ്റേറ്റുകൾ, ഫ്ളാറ്റുകൾ, വമ്പിച്ച ബിസിനസ് സമുച്ചയങ്ങൾ. പാവപ്പെട്ടവരെ ചതിച്ചും വഞ്ചിച്ചും. എന്തിനു പുരോഹിത ഈ ജീവിതം? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാനി ലയഅകുലുന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. സത്യവിശ്വാസികളെ, പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷവും ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നു. ഈ അന്യായമായ തീറ്റി പൗരോഹിത്യം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 9:34 അവസാനിപ്പിച്ചുകൊള്ളട്ടെ. പ്രിയങ്കരരെ, സഹോദരങ്ങളെ, ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും കാര്യങ്ങൾ പഠിക്കുകയും വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കുകയും ഒരിക്കലും പൗരോഹിത്യത്തിന്റെ കരാളാസ്തങ്ങളിൽ പെട്ടുപോകാതെ സൂക്ഷിക്കുകയും പരലോകത്തെ വളരെ സേഫ്റ്റിയാക്കി സുരക്ഷിതമാക്കി വെക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹക്കല്ലാത്ത ഒന്നും നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വിശദീകരിക്കേണ്ടി വന്നിട്ടില്ല. ഹക്കിനെ മനസ്സിലാക്കുകയും ഹക്കിനെ ഹക്കായി ഉൾക്കൊള്ളുകയും ബാത്തിലിനെ ബാത്തിലായി തള്ളിക്കളയുകയും ചെയ്യണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഹക്കിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് ജീവിച്ച് മരിക്കണമേ എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അറശിന്റെ തനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.